തിരൂരങ്ങാടി കൊളപ്പുറത്തെ 20,000 ലിറ്റർ സ്പിരിറ്റ് വേട്ടയിൽ ഒരാൾ കൂടി പിടി. സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ച ലോറിയുടെ ഉടമ ഗ്യാസ് ഖാദർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദറാണ് പിടിയിലായത്. തമിഴ്നാട് ഒളിവിൽ കഴിയുകയായിരുന്ന ഖാദറിനെ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലാകെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂലത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. തിരൂരങ്ങാടി കൊളപ്പുറത്ത് കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് സ്പിരിറ്റ് കടത്തിയ പിടികൂടിയ കേസിൽ ലോറിയുടമയും പൊള്ളാച്ചി സ്വദേശിയുമായ ഗ്യാസ് ഖാദർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദറിനെ പിടികൂടി. ചെന്നൈ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ താനൂർ ഡിവൈഎസ്പിയും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് നിന്നും എസ്കോട്ടായി ലോറിയുടെ മുമ്പിൽ വന്നിരുന്ന എസ്കോട്ട് വാഹനത്തിലുണ്ടായിരുന്നയാളും സ്പിരിറ്റ് കടത്തിയ ലോറിയുടെ ഉടമയുമാണ് പിടിയിലായ അബ്ദുൽ ഖാദർ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ, പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ, പാലക്കാട് ചിറ്റൂർ സ്വദേശി അബൂബക്കർ, പൊള്ളാച്ചി സ്വദേശി കണ്ണപ്പൻ നഗർ ഷാഹുൽ ഹമീദ് എന്നിവർ കേസിൽ നേരത്തെ പിടിയിലായിരുന്നു. ജനുവരി 22-നാണ് കേസിനാസ്പദമായ സംഭവം. 626 കന്നാസുകളിലായി 20,032 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. ലോറിയെ പിന്തുടരുകയായിരുന്ന പോലീസ് സംഘം കൊളപ്പുറത്ത് വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. സ്പിരിറ്റ് ക്യാനുകളിലാക്കി അടുക്കിവെച്ച നിലയിലായിരുന്നു. മാലിന്യം നിറച്ച ചാക്കുകൾ കൊണ്ടും ടാർപോളിൻ കൊണ്ടും മറച്ചാണ് കടത്തിയിരുന്നത്. തിരൂരങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയിരുന്നത്. അന്വേഷണ സംഘം കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ്, തിരൂരങ്ങാടി ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ ബി, സബ് ഇൻസ്പെക്ടർ പ്രമോദ്, ASI സലേഷ്, സിപിഒമാരായ പ്രകാശ്, ബിജോയ്, അനീഷ്, അഖിൽ രാജ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കേരള വിഷൻ, തിരൂരങ്ങാടി.